ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിരുന്ന വെസ്ലിക്ക് പരിക്കേൽക്കുകയും വേൾഡ് കപ്പിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 40 ദിവസത്തോളം അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പകരം ഒരു റൈറ്റ് ബാക്കിനെ വിളിക്കുന്നതിന് പകരം മധ്യനിര താരമായ എഡേഴ്സണെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇനിയിപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഏത് താരത്തെയാണ് ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ചില സാധ്യതകൾ ഇവിടെയുണ്ട്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ 2 ഓപ്ഷനുകളാണ് പ്രധാനമായും ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഉള്ളത്. ഒന്ന് റോജർ ഇബാനസ് ആണ്. സെന്റർ ബാക്ക് പൊസിഷനിലും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ സാധിക്കുന്ന താരമാണ് റോജർ ഇബാനസ്. മറ്റൊരു താരം ഡാനിലോയാണ്. പക്ഷേ ഡാനിലോ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആവാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തെ ഒരു സെക്കൻഡ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടായിരിക്കും കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് 11-ൽ റോജർ ഇബാനസ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആയിക്കൊണ്ട് ഡാനിലോയെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ചില ഓപ്ഷനുകൾ അവിടെയുണ്ട്. അതായത് മാർക്കിന്യോസിനെ വേണമെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്താം, അതല്ലെങ്കിൽ ഫാബിഞ്ഞോയെ ഉപയോഗപ്പെടുത്താം. ഈ 2 താരങ്ങളും മുൻപ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ച താരങ്ങളാണ്. അങ്ങനെയുള്ള ഓപ്ഷനുകളും അവിടെയുണ്ട്. അത് ഏതെങ്കിലും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും നിലവിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റാർട്ടിംഗ് 11-ൽ റോജർ ഇബാനസ് RB ആയിക്കൊണ്ട് കളിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എഡേഴ്സണെ എന്തുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് മധ്യനിരയിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി കാണുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് എഡേഴ്സണെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മധ്യനിര പൂർണ്ണമായും ശക്തമല്ല, അതുകൊണ്ടാണ് എഡേഴ്സണെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഡേഴ്സൺ കഴിഞ്ഞ സീസണിൽ അറ്റ്ലാന്റയ്ക്ക് വേണ്ടി 41 മത്സരങ്ങൾ കളിച്ചു, 3 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കി. 89% പാസ് അക്യുറസി വരുന്നത്, 54% ഡുവൽ എഫിഷ്യൻസി വരുന്നു, 89 ടാക്കിളുകൾ, 45 ഇന്റർസെപ്ഷനുകൾ, 189 ബോളുകൾ റിക്കവർ ചെയ്തു. അഥവാ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന തോതിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എഡേഴ്സണ് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാർലോ ആഞ്ചലോട്ടി വിളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.